ഹായ് എവറി വൺ. അപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതാദ്യം നമുക്കൊന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ 1987 എന്നാണ് പറഞ്ഞത്. സോറി, ഒരു മിസ്റ്റേക്ക് ആണ്. 1986 ആണ്. തുടർന്ന് പിന്നെ സ്ലൈഡിൽ 1986 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1986 അതായത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ നിയമം റദ്ദാക്കിക്കൊണ്ടാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അതാണ് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി സാധനങ്ങളോ സേവനങ്ങളോ ഉപയോഗിക്കുന്നതിനെയാണ് ഉപഭോഗം അഥവാ കൺസംഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ അല്ലേ? അടുത്ത എന്താ പറഞ്ഞേ? ആരാണ് ഉപഭോക്താവ്? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഡെഫിനിഷൻ SCERT-യിലുണ്ടേ. ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന ഉടമ്പടിയിലോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തി, അയാളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, എഴുതിയിട്ടില്ലേ? ഉപഭോക്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? പണമായോ പണം നൽകാമെന്നോ പകുതി പണം നൽകിയോ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നയാൾ, അതാണ് ഉപഭോക്താവ് അഥവാ കൺസ്യൂമർ. അതിനുശേഷം ഈ സ്ലൈഡിൽ ഇല്ലാത്ത കാര്യം അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞത് ലോക ഉപഭോക്തൃ ദിനം എന്നാണ്. മാർച്ച് 15. ദേശീയ ഉപഭോക്തൃ ദിനോ ഡിസംബർ 24. എങ്ങനെയാണ് ഈ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്? അതായത് ഐക്യരാഷ്ട്ര സംഘടന എന്ത് ചെയ്തു? ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ചിട്ട് മാർഗരേഖകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രമേയം 1985 അംഗീകരിച്ചു. ആ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന ഡേറ്റ് ആണ് 1986 ഡിസംബർ 24. അതായത് 1986 ഡിസംബർ 24 നമുക്ക് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു അഡീഷണൽ പോയിന്റ് വന്നില്ല. ഇനി നമ്മൾ എന്താ പറഞ്ഞത്? ഭേദഗതി 2019 ഭേദഗതിയെ കുറിച്ചാണ് പറഞ്ഞത്. അതാണ് നമ്മൾ പഠിക്കുന്നതും. 2019 ഭേദഗതിയെ വേറൊരു പേരിൽ പറയും, അതായത് ആക്ട് 35 ഓഫ് 2019. ഇപ്പൊ നമ്മളോട് ചോദിക്കാണ് ആക്ട് 35 2019 എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 തന്നെയാണ്, മറക്കരുത്. ഓക്കെ. പിന്നെ എന്നാണ് ലോക്സഭ പാസാക്കിയത്? 2019 ജൂലൈ 30. ഇനി രാജ്യസഭയോ 2019 ഓഗസ്റ്റ് 6. 3 ദിവസത്തിന് ശേഷം ഓഗസ്റ്റ് 9 2019 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതോടെ പാർലമെന്റ് പാസാക്കി. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, പാർലമെന്റ് പാസാക്കിയത് എന്തായിരുന്നു എന്ന് ചോദിച്ചാല് 2019 ഓഗസ്റ്റ് 9. മനസ്സിലായോ? ഇനി നിലവിൽ വന്നത് എന്നാണ്? 2020 ജൂലൈ 20. ഈ നിലവിൽ വന്ന ഡേറ്റും അതുപോലെ പാസ്സാക്കിയ ഡേറ്റും രണ്ടും രണ്ടാണ്. അത് എന്തായാലും ഓർത്തു വെക്കണം. പിന്നെ പറഞ്ഞത് എന്താണ്? 8 അധ്യായം ഉണ്ട്, 107 വകുപ്പുകളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ഇപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞതാട്ടോ, അതുകൊണ്ടാണ് വേഗത്തിൽ ഓടിച്ചിട്ട് പറയുന്നത്. പിന്നെ പറഞ്ഞു ഉപഭോക്താവ് എന്ന് പറഞ്ഞ ആരാണ്, അല്ലെങ്കിൽ അതായത് പരാതിക്കാരൻ. നമ്മളിപ്പോ ഒരു കേസ് വന്നു, ഇപ്പൊ നമുക്ക് ഇപ്പൊ അടുത്ത് ഒരു മൊബൈൽ ഫോണൊക്കെ എന്തോ തിരിച്ച് അതിനെന്തോ കംപ്ലൈന്റ് ഉണ്ടായിട്ട് കടക്കാരനോട് പോയി ചെന്ന് പറഞ്ഞപ്പോ അവര് വ്യക്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കാതെ ആയപ്പോ ഉപഭോക്തൃ കോടതി പോയി പരാതിപ്പെട്ടതും തുടർന്ന് നഷ്ടപരിഹാരം ലഭിച്ചതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ന്യൂസ് കേൾക്കുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോ നമ്മള് ഈ പരാതിപ്പെടണല്ലോ ആരെങ്കിലും. ആ പരാതിക്കാരൻ അതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഉപഭോക്താവ്, ഉപഭോക്തൃ അസോസിയേഷൻ, ഇനിയിപ്പോ കേന്ദ്ര ഗവൺമെന്റ് ആവാം, സംസ്ഥാന ഗവൺമെന്റ് ആവാം. ഇനി കേന്ദ്ര അതോറിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് പരാതിപ്പെടാം, അതായത് CCPA. ഇനി CCPA കുറിച്ചാണ് പറയുന്നത്. പിന്നെ ഒന്നിലധികം ഉപഭോക്താക്കൾ ഒരു സാധനം പർച്ചേസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണെങ്കിൽ അവരെയും പരാതിക്കാരിൽ പെടും.
ഓക്കെ. അടുത്തത് ഉപഭോക്താവ് മരണപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ പരാതി ഉണ്ട്. ആരാ പരാതി കൊടുക്കുക? ഉപഭോക്താവിന്റെ നിയമപരമായിട്ടുള്ള അവകാശി അല്ലെങ്കിൽ പ്രതിനിധി ആയിരിക്കും ഉപഭോക്താവിന്റെ അസാന്നിധ്യത്തിൽ പരാതി കൊടുക്കുന്നത്. ഇനി ഉപഭോക്താവ് ഇപ്പൊ കുട്ടിയാണ്, 18 വയസ്സിന് താഴെയാണെങ്കിൽ പ്രായപൂർത്തിയായിട്ടില്ല. അങ്ങനെയെങ്കിലോ മാതാപിതാക്കളോ അല്ലെങ്കിൽ രക്ഷിതാവോ ആണ് പരാതിക്കാരനായി പരിഗണിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നെക്സ്റ്റിലേക്ക് പോയാലോ? ഇനി അതിന് ശേഷം പറഞ്ഞത് എന്താ? ഉപഭോക്താവിന്റെ അവകാശങ്ങളാണ്. അതായത് ഒന്നാമത്തെ അവകാശം എന്താണ്? ജീവനും സ്വത്തിനുമുള്ള അവകാശം. 2 ഗുണമേന്മയ്ക്കുള്ള അവകാശം. അതായത് ഒരു ഒരു ഉൽപ്പന്നം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അതിന്റെ ഗുണനിലവാരം, അളവ്, തോത്, പരിശുദ്ധി ഇതിനെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശമാണ് ഗുണമേന്മയ്ക്കുള്ള അവകാശം. പിന്നെ മൂന്നാമത്തത് എന്താണ്? തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. തെരഞ്ഞെടുക്കല്ല ട്ടോ, സോറി, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. നമുക്ക് ഇപ്പൊ സോപ്പൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ പോയിട്ട് ഒരു കടയിൽ എന്തെങ്കിലും പോയിട്ട് ഒരു ഒറ്റ സോപ്പ് ഉണ്ടായിരിക്കും. ആ സോപ്പ് തന്നെ എല്ലാവരും വാങ്ങിയിട്ട് ഉപയോഗിക്കും. പക്ഷേ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരക്കുകളുണ്ട്. ആ ചരക്കിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് തിരഞ്ഞെടുത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. അതാണ് ഈ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. 4 ന്യായമായ വിലക്കുള്ള അവകാശം. അതായത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനത്തിന് വ്യക്തമായിട്ട് അത് നമ്മളിപ്പോ ഒരു പൈസക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതില് നമുക്ക് അതിനെ കുറിച്ച് അറിയാനും ഇപ്പൊ അതിലിപ്പോ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇപ്പൊ പരിഹാരം തേടാനൊക്കെ നമ്മൾ പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ള അവകാശമാണ് ന്യായമായ വിലക്കുള്ള അവകാശം. അത് ശരിക്കും മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത്, പക്ഷെ ഇംഗ്ലീഷിൽ വരുമ്പോൾ അത് റൈറ്റ് ടു ബി ഹേർഡ് എന്നാണ്. പരാതി കേൾക്കാനും ഒക്കെയുള്ള ഉപഭോക്താവിന്റെ അവകാശത്തെ കുറിച്ചാണ് ശരിക്കും അത് പറയുന്നത്. ഇനി അഞ്ചാമത്തത് എന്താണ്? തർക്ക പരിഹാരത്തിനുള്ള അവകാശം. അതായത് റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു, അപ്പൊ നമുക്ക് ഒരു പരിഹാരം വേണം, അങ്ങനെ തേടാനുള്ള അവകാശമാണ് തർക്ക പരിഹാരത്തിനുള്ള അവകാശം. അവസാനത്തത് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം. എന്താണ് ഉപഭോക്തൃ അവബോധം? നമുക്കറിയാം, നമുക്കിപ്പോ ഒരു ഉൽപ്പന്നം വാങ്ങിയിട്ടുണ്ട്, ആ ഉൽപ്പന്നത്തിന് എന്തെങ്കിലും തകരാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ കടക്കാരനോട് ചെന്നിട്ട് ചോദിക്കുക എന്തുകൊണ്ടാണ്. അപ്പൊ അയാൾ വ്യക്തമായിട്ടുള്ള മറുപടി തന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഉപഭോക്തൃ കോടതികളുണ്ട്. ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ഭാഗമായിട്ട് കമ്മീഷനുകളുണ്ട്. എല്ലാം നമ്മൾ അറിയണം. അങ്ങനെ ഇതെല്ലാം അറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശമാണ് ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശം എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും 6 അവകാശങ്ങളും പഠിച്ചില്ലേ? ഇനി പിന്നെ നമ്മൾ പറഞ്ഞത് 3 സമിതികളുണ്ട്. അതായത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് 3 സമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞു. ജില്ലാ സമിതി ഉണ്ട്, അതുപോലെ കേന്ദ്ര സമിതി ഉണ്ട്, സംസ്ഥാന സമിതി ഉണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മറക്കാതിരിക്കാനാട്ടോ ഇത് ഞാൻ അങ്ങനെ പറയുന്നത് വീണ്ടും വീണ്ടും. ആദ്യം നമുക്ക് കേന്ദ്ര ഉപഭോക്തൃ സമിതിയെ കുറിച്ച് പറയാം. കേന്ദ്ര ഉപഭോക്തൃ സമിതി അതായത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെയാണ് കേന്ദ്ര ഉപഭോക്തൃ സമിതി രൂപം കൊണ്ടത്. മനസ്സിലായോ? ഒരു ഉപദേശക സമിതിയാണ്. അതിന്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് കേന്ദ്ര ഉപഭോക്തൃ കാര്യമന്ത്രി. ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇപ്പോഴത്തെ ഉപഭോക്തൃ കാര്യമന്ത്രി പീയൂഷ് ഗോയൽ ആണ്. പീയൂഷ് ഗോയൽ അല്ല, സോറി, പീയൂഷ് ഗോയൽ മുൻപായിരുന്നു. ഇപ്പോ പ്രഹ്ലാദ് ജോഷിയാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. പിന്നെ വർഷത്തിൽ ഒരു യോഗമെങ്കിലും കൂടിയിരിക്കണം. സമിതി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിനൊരു യോഗമെങ്കിലും കൂടാണ്ട് നിൽക്കാൻ പാടില്ല. ഇനി കാലാവധി 3 വർഷം. 3 വർഷമാണ് ഈ സമിതിയുടെ കാലാവധി. അതിനുശേഷം പുതിയ സമിതി വരുന്നു. ഓക്കെ. അംഗങ്ങൾ 36 പേരിൽ കൂടാനും പാടില്ല. ഇതൊക്കെ ഇനിയിപ്പോ ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ, നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ. ഇനി അടുത്ത നമുക്ക് സംസ്ഥാന സമിതിയിലേക്ക് പോകാം. സംസ്ഥാന സമിതി ഒരു ഉപദേശക സമിതി തന്നെയാണ്. വിജ്ഞാപനത്തിലൂടെ തന്നെയാണ് വരുന്നത്. ചെയർമാന് സംസ്ഥാന ഉപഭോക്തൃ മന്ത്രി GR അനിലാണ് നമ്മുടെ സംസ്ഥാന ഉപഭോക്തൃകാര്യ മന്ത്രി എന്ന് പറയുന്നത്. അംഗങ്ങൾ 10ൽ കൂടാൻ പാടില്ല. നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. വർഷത്തിൽ കുറഞ്ഞത് 2 യോഗമെങ്കിലും കൂടിയിരിക്കണം. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനിയുള്ളത് എന്താണ്? ജില്ലാ സമിതിയാണ്. ജില്ലാ ഉപഭോക്തൃ സമിതി. അപ്പൊ ജില്ലാ ഉപഭോക്തൃ സമിതിയില് സംസ്ഥാന സർക്കാരാണ് നിയമിക്കുന്നത്. ചെയർപേഴ്സൺ അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാര്.
ആണ്. വർഷത്തിൽ 2 യോഗം കൂടിയിരിക്കണം. ഇപ്പൊ മലപ്പുറം ജില്ലയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ കളക്ടർ ആരാണ്. ഇനിയിപ്പോ പാലക്കാടാണെങ്കിൽ പാലക്കാടത്തെ കളക്ടർ ആയിരിക്കും അതിന്റെ തലവൻ എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരുത്തരും ഉണ്ട്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഇനിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോണത്. മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ ഏകദേശം 10 മിനിറ്റോളം എടുത്തിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് മറന്നിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എന്താണ്? കേന്ദ്ര അതോറിറ്റി. മനസ്സിലായല്ലേ? അതായത് 2019 ഭേദഗതി പ്രകാരം ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി രൂപീകരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് CCPA നിലവിൽ വരുന്നത്. CCPA കുറിച്ച് പറയുന്ന അധ്യായം അഥവാ ചാപ്റ്റർ എന്ന് പറയുന്നത് ചാപ്റ്റർ 3 ആണ്. മനസ്സിലായോ? രൂപീകരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് 10. ഇനി CCPA ആസ്ഥാനം എവിടെ? ന്യൂഡൽഹി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളായിരുന്നു പറഞ്ഞത്. ഇനി CCPA കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ CCPA ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? നമുക്കൊന്ന് നോക്കാം. അതായത് ഉപഭോക്താക്കളുടെ ഒന്നാമത്തെ ലക്ഷ്യമാണ് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പരിഹാരം നൽകുക. അതായത് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് പരിഹാരം നൽകുക. ഇപ്പൊ തെറ്റായ പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക. അതുപോലെ പിന്നെന്താ, അന്യായമായ വ്യാപാരം ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് CCPA ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇതുണ്ടോ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? ഉപഭോക്താവിന്റെ അവകാശ ലംഘനം, അന്യായമായ വ്യാപാരം, തെറ്റായ പരസ്യം ഇതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് CCPA ഉള്ളത്. ഇനിയിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ CCPA നമുക്ക് ഡയറക്റ്റ് ആയിട്ട് CCPA പോയിട്ട് നമുക്ക് പരാതിപ്പെടാൻ പറ്റും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഉപഭോക്താവിന്റെ അവകാശ ലംഘനം, തെറ്റായ പരസ്യം, അന്യായമായ വ്യാപാരം നമ്മൾ ആർക്കൊക്കെ പരാതി കൊടുക്കും എന്ന് ചോദിച്ചാൽ നമുക്ക് 3 ഉത്തരം കിട്ടും. ഒന്നാമത്തത് നമുക്ക് ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുക്കാം. രണ്ടാമത്തത് റീജിയണൽ ഓഫീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാം. മൂന്നാമത്തത് കേന്ദ്ര അതോറിറ്റി അഥവാ CCPAക്ക് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ CCPA പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഉപഭോക്താക്കളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പരിഹാരം കണ്ടെത്താൻ CCPA കൊണ്ട് സാധിക്കും. അതായത് അത് നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോ അന്യായമായ വ്യാപാരമൊക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തെറ്റായ പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക. ഇതൊക്കെയാണ് CCPA ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. ഒന്നുകൂടെ പറയണോ CCPA ലക്ഷ്യങ്ങൾ? ഒന്നുകൂടെ പറയാം, എന്നിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. CCPA ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തേത് ഉപഭോക്താക്കളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുക. 2, അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ നിയന്ത്രിക്കുക. 3, തെറ്റായതോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾ നിയന്ത്രിക്കുക. 4, പൊതുജനങ്ങളുടെയും ഉപഭോക്താക്കളുടെയും താല്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇനി ഇതില് നമുക്കറിയാം ഈ CCPAക്ക് ചീഫ് കമ്മീഷണർ ഉണ്ട്, മറ്റ് കമ്മീഷണർമാരൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ നിയമിക്കുന്നതും അവരുടെ ശമ്പളം, കാലാവധി, സേവനം ഇതിനെക്കുറിച്ചൊക്കെ അതെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. മനസ്സിലായോ? ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതും അവരുടെ കാലാവധി, ശമ്പളം, മറ്റു സേവനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. മനസ്സിലായോ? അടുത്ത പോയിന്റിലേക്ക് പോട്ടെ. അടുത്തതാണ് CCPA അന്വേഷണ വിഭാഗമുണ്ട്. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 15. മനസ്സിലായോ? ഇനി ഈ അന്വേഷണ വിഭാഗത്തിന് വകുപ്പ് 15 പറയുന്നുണ്ട്, അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറൽ ആണ്. മനസ്സിലായോ?
ഇനി കമ്മീഷന്മാരുടെയും ഒക്കെ യോഗ്യത എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ വ്യാപാര കാര്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഉപഭോക്തൃ സംരക്ഷണ അവബോധമൊക്കെ ഉള്ള ഒരു അന്വേഷണത്തിൽ അനുഭവ പരിചയം ഉള്ളവരെ ആയിരിക്കും ഈ കമ്മീഷനിൽ സെലക്ട് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? CCPയുടെ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 15. അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറൽ. ഇനി അവരുടെ യോഗ്യത എന്ന് പറഞ്ഞാല് അന്വേഷണത്തിൽ അനുഭവ പരിചയം ഉള്ളവരായിരിക്കണം. മനസ്സിലായോ? അടുത്തതിക്ക് പോട്ടെ. ഇതില് മറ്റേ സ്ലൈഡിലത്തെ കൂടി കയറി വന്നിട്ടുണ്ട് ജില്ലാ സമിതിനെ കുറിച്ചിട്ട്. അത് നോക്കണ്ട. ഉപഭോക്താക്കളുടേന്നാണ് കേട്ടോ. ഉപഭോക്താക്കളുടേന്നല്ല, ഉപഭോക്താക്കളുടേന്നാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഉപഭോക്താക്കളുടെ തർക്കങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണാനായിട്ട് ഇന്ത്യയിൽ 3 കമ്മീഷൻ ഉണ്ട്. കേന്ദ്ര കമ്മീഷൻ, പിന്നെ അതുപോലെ സംസ്ഥാന കമ്മീഷൻ, ജില്ലാ കമ്മീഷൻ. ഇതിനു മുൻപ് ഞാൻ കുറച്ചുകൂടി കാര്യങ്ങൾ CCPയെ കുറിച്ച് പറഞ്ഞുതരാം. അതില് നമ്മൾ പറഞ്ഞല്ലോ, അവകാശ ലംഘനം, തെറ്റായ പരസ്യം, അന്യായമായ വ്യാപാരം, ഇതൊക്കെ നമ്മൾ ആർക്കാ പരാതി കൊടുക്കുക എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? ഡിസ്ട്രിക്ട് കളക്ടർക്ക് പരാതി കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. പിന്നെ റീജിയണൽ ഓഫീസ് കമ്മീഷണർക്ക് പരാതി കൊടുക്കാന്ന് പറഞ്ഞു. കേന്ദ്ര അതോറിറ്റിക്കും പരാതി കൊടുക്കാന്ന് പറഞ്ഞു. ഇനി ജില്ലാ കളക്ടറുടെ അധികാരത്തെ കുറിച്ചിട്ട് പറയുന്ന ഒരു വകുപ്പുണ്ട്, വകുപ്പ് 16. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഞാൻ ഇതില് ചേർക്കാത്ത കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുറച്ചൊക്കെ നമ്മൾ കേട്ടിട്ട് എഴുതിയെടുക്കണം. അല്ലാണ്ട് എല്ലാം കൂടെ സ്ലൈഡിൽ തന്നാല് നമുക്ക് മടിയാവും. നമുക്ക് മീൻസ് എല്ലാവർക്കും മടിയാകും. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് തന്നെ മതിയാവുള്ളൂ കേട്ടോ. ഇനി വകുപ്പ് 16 ജില്ലാ കളക്ടറുടെ അധികാരത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഇപ്പൊ ജില്ലാ കളക്ടറിന്റെ അധികാരത്തെ കുറിച്ച് പറയുന്നത്, ജില്ലാ കളക്ടർ ഇപ്പോ പരാതി എന്തെങ്കിലും ജില്ലാ കളക്ടറിന്റെ മുമ്പാകെ വന്നാൽ അതിൽ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഈ റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കും കേന്ദ്ര അതോറിറ്റിക്കും റിപ്പോർട്ട് സമർപ്പിക്കണം. ഇനി വകുപ്പ് 21 എന്തോ കാര്യം പറയുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. വകുപ്പ് 21 എന്താ പറയുന്നത്? വകുപ്പ് 21 എന്താ പറയുന്നത് വെച്ചാല്, തെറ്റായ പരസ്യം നിർത്തലാക്കൽ, അതുപോലെ അതിന് തെറ്റായ പരസ്യം ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കലൊക്കെ ഈ CCPക്ക് പറ്റും. അങ്ങനെയുള്ള CCPയുടെ അധികാരത്തെ കുറിച്ചാണ് വകുപ്പ് 21 പറയുന്നത്. ഇനി CCPയെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ വാർഷിക റിപ്പോർട്ട് നമ്മൾ പറഞ്ഞു. അതിൽ കമ്മീഷണറെയും ചീഫ് കമ്മീഷണറെയും ഒക്കെ സെലക്ട് ചെയ്യുന്നതും അവരുടെ കാലാവധി ശമ്പളം ഒക്കെ നൽകുന്നതൊക്കെ കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. മനസ്സിലായോ? ഇനി ഇപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം, ഒരു കേസിൽ പരിഹാരം തേടാനായിട്ട് ഒരാൾ CCPയുടെ അടുത്തെത്തി. നമ്മൾ ആ പരാതിക്കാരന്റെ പരാതിയില് ഉടമസ്ഥന് ഒരു തീർപ്പോ ഒന്നും ഒരു ഇതൊന്നുമില്ല, ഇപ്പൊ തെറ്റായ പരസ്യം എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇയാൾ ഇതിന് മറുപടി നൽകണില്ല, ആ ഓണർ മറുപടി നൽകണില്ലെങ്കിൽ അയാൾക്കെതിരെ പിഴ ചുമത്താനുള്ള അധികാരവും CCPക്ക് ഉണ്ട്. വ്യക്തമായല്ലോ? പിന്നെ ഇപ്പൊ ഒരു പരാതി വന്നാൽ പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ചുമതല ആർക്കൊക്കെയാണ്? പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ആർക്കൊക്കെയാണ് പ്രാഥമിക അന്വേഷണം നടത്താൻ പറ്റുന്നത്? ആർക്കൊക്കെയാണ്? ഡിസ്ട്രിക്ട് കളക്ടർക്കും അതുപോലെ ഡയറക്ടർ ജനറലിനും ഒക്കെ പ്രാഥമിക അന്വേഷണം നടത്താം. മനസ്സിലായോ? ഒന്നുകൂടെ പറയാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാവില്ല. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇപ്പൊ CCPന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ ആവർത്തിച്ച് പറയാം. സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരമാണ്, അതായത് ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ തലത്തിൽ നിലവിൽ വന്നത്.
അധ്യായം 3-ലാണ് പറയുന്നത്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ സംരക്ഷണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് CCPA വന്നതെന്ന് പറയുന്നതും CCPA കുറിച്ച് പറയുന്നതും അധ്യായം 3-ലാണ്. ഇനി അതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 10. ആസ്ഥാനം ന്യൂഡൽഹി. ഉപഭോക്താവിന്റെ അവകാശ ലംഘനം, അതുപോലെ തെറ്റായ പരസ്യം, അന്യായമായ വ്യാപാരം ഇതൊക്കെ നിയന്ത്രിക്കുക, ഇപ്പൊ ഉപഭോക്താവിനെ പ്രോത്സാഹിപ്പിക്കുക, ഉപഭോക്താവിന് സംരക്ഷണം നൽകുക, ഇതൊക്കെയാണ് CCPയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി CCPAയില് ഒരു ചീഫ് കമ്മീഷണറും കമ്മീഷണർമാരും ഉണ്ടാകും. അവരെല്ലാം നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിന് തന്നെയാണ് കാലാവധിയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സേവനം എല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ CCPയുടെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. ഇനിയിപ്പോ പരാതി എന്തിലെങ്കിലും ഇപ്പൊ ഒരു തെറ്റായ പരസ്യത്തിന് മേലുള്ള ഒരു ഓണർക്ക് ആ പ്രൊഡക്റ്റിന്റെ ഓണർക്ക് പരാതി ചെന്നിട്ടുണ്ട്, അന്വേഷണം നടത്തി, ഇയാൾ അതിന് തക്കതായ മറുപടി നൽകിയില്ല എങ്കിൽ CCPAക്ക് പിഴ ചുമത്താൻ അധികാരമുണ്ട്. മനസ്സിലായോ? പിന്നെ പറഞ്ഞത് എന്താണ്? CCPന്റെ അന്വേഷണ വിഭാഗം. CCPയുടെ അന്വേഷണ വിഭാഗത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 15. അതിന് നേതൃത്വം നൽകുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. ഇനി കമ്മീഷന്റെയും എല്ലാവരുടെയും യോഗ്യത എന്ന് പറയുന്നത് അന്വേഷണത്തിൽ അനുഭവ പരിചയമുള്ളവരെയാണ് ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. അതാണ് അവരുടെ യോഗ്യത എന്ന് പറയുന്നത്. വാണിജ്യകാര്യത്തിലും ഇങ്ങനെ ഇത്തരം പരിഹാരം കാണാനും ഒക്കെ അന്വേഷണത്തിലൊക്കെ പരിചയമുള്ളവരെയാണ് അന്വേഷണ വിഭാഗത്തിലെ കമ്മീഷണർ, ചീഫ് കമ്മീഷണർ, ഡയറക്ടർ ജനറൽ ഇവരുടെ യോഗ്യതയായി കണക്കാക്കുന്നത്. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? ഉപഭോക്താവിന്റെ അവകാശ ലംഘനം, തെറ്റായ പരസ്യം, അന്യായമായ വ്യാപാരം എന്നിവയ്ക്ക് പരാതി ആർക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും? നമുക്ക് ആരുടെ മുമ്പാകെ പരാതി കൊടുക്കാം? 3 ആളെ പറഞ്ഞു. ഒന്ന് കളക്ടർ, രണ്ടാമത്തേത് റീജിയണൽ ഓഫീസ് കമ്മീഷണർ, മൂന്നാമത്തേത് കേന്ദ്ര അതോറിറ്റി അഥവാ CCPA. ഇനി ജില്ലാ കളക്ടറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 16. മനസ്സിലായോ? ഇനി ഈ ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കോ അല്ലെങ്കിൽ കേന്ദ്ര അതോറിറ്റിക്കോ ആണ് ഡിസ്ട്രിക്ട് കളക്ടർ തന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നും വകുപ്പ് 16 പറയുന്നുണ്ട്. ഇനി തെറ്റായ പരസ്യങ്ങൾ നിർത്തലാക്കാനോ ഒക്കെ നിർദ്ദേശം കൊടുക്കാൻ CCPAക്ക് അധികാരമുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ വകുപ്പ് ഏതാണ്? വകുപ്പ് 21. മനസ്സിലായോ? വകുപ്പ് 21 ആണ്. മനസ്സിലായോ? ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇനിയിപ്പോ പ്രാഥമിക അന്വേഷണം നടത്താൻ ചുമതലയുള്ളവർ ആരൊക്കെയാണ്? ഡിസ്ട്രിക്ട് കളക്ടറും അതുപോലെ ഡയറക്ടർ ജനറലും. മനസ്സിലായോ? ഇനി നമുക്ക് കമ്മീഷനിലേക്ക് പോയാലോ? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് 3 സമിതികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തർക്കങ്ങളും പരാതികളും പരിഹാരം കാണാനായി 3 കമ്മീഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ആ കമ്മീഷനിലേക്ക് പോയാലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒന്ന് നോക്കൂ ട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കൂ. എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോവാം. പിന്നെ ഈ CCPA റിപ്പോർട്ട് തയ്യാറാക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കൂടെ ആയിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് ട്ടോ. ഇപ്പൊ ഒരു കോപ്പി കേന്ദ്ര ഗവൺമെന്റിൽ കൊടുക്കണം. അതുപോലെ ഒരു കോപ്പി എന്ന് പറയുന്നത് ഇരുസഭകളിലും കൊടുക്കണം ട്ടോ. അത് CCPA റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഉള്ള ഒരു പ്രൊസീജിയർ ആണ്. അതായത് CCPന്റെ റിപ്പോർട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിനോട് കൂടെ ആയിരിക്കണം ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. എന്നിട്ട് ഒരു കോപ്പി കേന്ദ്ര സർക്കാരിനും ഓരോ കോപ്പി വീതം ഇരുസഭകളുടെ മുന്നിലും ഹാജരാക്കണം ട്ടോ. അത് മറക്കരുതേ. പിന്നെ അതിൽ പറയുന്ന ശിക്ഷയൊക്കെ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച് CCPA ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചാല് അത് പാലിക്കാതിരുന്നാല് 6 മാസം തടവോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും ലഭിക്കും. അതാണ് അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത്. ഇനിയിപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം, ഇപ്പൊ പറയാം, ഇപ്പൊ സോപ്പിന്റെ ഒക്കെ പരസ്യം കണ്ടിട്ടില്ലേ? ഞാൻ സോപ്പിനെ എടുക്കാൻ കാരണം കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നോണ്ടാട്ടോ. ഇപ്പൊ സോപ്പൊക്കെ നമ്മൾ ഇങ്ങനെ പറയും,
ഈ ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് ഇതിൽ അങ്ങനെയാണ്, ഇത് തേച്ചാൽ വെളുക്കും, ക്രീം ഒക്കെ ആണെങ്കിലും അങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ അതില് ഇപ്പൊ ഒരാൾ ഉപയോഗിച്ചു, ഇതൊന്നും ഇല്ല, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ല, അങ്ങനെ ഗുണമേന്മ കിട്ടിയിട്ടില്ല, അങ്ങനെയൊക്കെ ആകുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യമാണല്ലോ ആൾക്കാര്. അപ്പൊ അതിനെതിരെ ഇപ്പൊ ശിക്ഷ എന്ന് പറഞ്ഞാല് 2 വർഷവും 10 ലക്ഷം രൂപ, 2 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. അത് വീണ്ടും ആവർത്തിച്ചു, ഇപ്പൊ വീണ്ടും ആവർത്തിക്കുകയാണെങ്കിൽ ആവർത്തിച്ചാല് 5 വർഷം തടവും 50 ലക്ഷം രൂപ വരെ പിഴ പോലും കിട്ടാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ CCPയെ കുറിച്ചുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് നോട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാന് ഗ്രൂപ്പിലിടാം. ഓക്കെ, ഇനി നമുക്ക് കമ്മീഷനിലേക്ക് പോവാം, സമയം കളയണ്ട. ഇനി അധ്യായം 4-ലാണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിഡ്രസൽ കമ്മീഷൻ, അതായത് തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പറയുന്നത്. മനസ്സിലായോ? അതിനു മുൻപ് ഉപഭോക്തൃ കോടതികൾ എന്താന്ന് പറയാം. 1986-ലെ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നിയമപരമായിട്ട് നേരിടാൻ വേണ്ടിയിട്ട്, അവർക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ നിലവിൽ വന്നത്. അധ്യായം 4-ലാണ് ഉപഭോക്തൃ കോടതികളെ കുറിച്ചും തർക്ക പരിഹാര കമ്മീഷനുകളെ കുറിച്ചൊക്കെ പറയുന്നത്. ഉപഭോക്താക്കളുടെ തർക്കങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണാനായിട്ട് തർക്ക പരിഹാര കമ്മീഷൻ 3 ഇന്ത്യയിലുണ്ട്. അതിൽ ആദ്യം നമുക്ക് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പഠിക്കാം. പിന്നെ സംസ്ഥാന കമ്മീഷനെ പഠിക്കണം, ദേശീയ കമ്മീഷൻ പഠിക്കണം, പിന്നെ അപ്പീൽ കാലാവധിയും അപേക്ഷ ഫീസൊക്കെ ക്വസ്റ്റ്യൻ വന്നതാട്ടോ, അതൊക്കെ പഠിക്കണം. ഉപഭോക്തൃ കോടതിന്റെ പ്രവർത്തനങ്ങൾ എന്താ അറിയോ? ഇതിൽ ഞാൻ ടൈപ്പ് ചെയ്തിട്ടിട്ടില്ല, കാരണം നമുക്കറിയാം തർക്കങ്ങളിൽ ഇടപെട്ടിട്ട് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, പിന്നെ ഇപ്പൊ ഉപഭോക്താവിന് ഒരു ആത്മവിശ്വാസം വളർത്തിയെടുക്കുക, അതൊക്കെ ഇങ്ങനൊരു നിയമം ഉണ്ട്. അപ്പൊ നമുക്ക് നിയമത്തിലൂടെ നമ്മുടെ അവകാശം നേടിയെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഒരു ആത്മവിശ്വാസം പ്രോത്സാഹിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നും വേണ്ട, ജസ്റ്റ് ഓർത്തിരുന്നാ മതി. ഇനി ത്രിതല ഉപഭോക്തൃ കോടതികളിലേക്ക് കടക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനം റിവൈസ് ചെയ്യാം. ജില്ലാ കമ്മീഷനിക്ക് പോട്ടെ? ഓക്കെ ആണോ? നമുക്ക് ജില്ലാ കമ്മീഷനിക്ക് പോവാം. ജില്ലാ കമ്മീഷൻ, അതായത് സംസ്ഥാന സർക്കാർ വിജ്ഞാപനത്തിലൂടെ രൂപീകരിക്കുന്നതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഒന്നുകൂടെ പറയാം, സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ രൂപീകരിക്കുന്നതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ അഥവാ ജില്ലാ കമ്മീഷൻ. ഇനിയിപ്പോ നീട്ടി വലിച്ച് പേര് പറയണ്ടല്ലോ. ഇനി അതിലെ അംഗങ്ങൾ ആരൊക്കെയാ? പ്രസിഡന്റ് ഉണ്ടാകും, 2-ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. ഒരു പ്രസിഡന്റും പിന്നെ ആരൊക്കെ ഉള്ളത്? 2-ൽ കുറയാത്ത അംഗങ്ങളും. അതിൽ ഈ 2-ൽ കുറയാത്ത അംഗങ്ങൾ ഒരാൾ വനിതയായിരിക്കണം, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും അതിലൊരാൾ വനിതയും. മനസ്സിലായോ? ആരൊക്കെയാണ്? പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും അതിലൊരാൾ വനിതയും. ഇനി പ്രസിഡന്റിനെ കുറിച്ച് ഒന്ന് മാറ്റി പറയാം, പ്രസിഡന്റ് മാത്രം ഒന്ന് പറയാം. പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? മുൻ അല്ലെങ്കിൽ നിലവിലെ ജില്ലാ ജഡ്ജി, മുൻ ജില്ലാ ജഡ്ജിയോ ജില്ലാ കോടതിയിലെ ജഡ്ജിയോ അല്ലെങ്കിൽ നിലവിലെ ജില്ലാ കോടതിയിലെ ജഡ്ജിയോ ആയിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തുള്ളത്. മനസ്സിലായോ? എത്ര അംഗങ്ങൾ ഉണ്ട് എന്നാ പറഞ്ഞത്? പ്രസിഡന്റ് അടക്കം 3 പേര് പറ്റും. 2-ൽ കുറയാത്ത 3 പേരാണ് ഉള്ളത്, പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും അതിലൊരാൾ വനിതയും. അതിലൊരാൾ വനിതയായിരിക്കണം. ഇനി പ്രസിഡന്റ് എന്ന് പറയുന്നത് മുൻ അല്ലെങ്കിൽ നിലവിലെ ജില്ലാ ജഡ്ജി ആയിരിക്കും.
ഇനി അംഗങ്ങൾക്ക് 35 വയസ്സിൽ താഴെ പാടില്ല. അത് പറഞ്ഞാൽ എന്താണ്? 35 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം അംഗങ്ങൾക്ക്. 35 വയസ്സിന് മുകളിലുള്ളവർ പറ്റും, താഴെയുള്ളവർ പറ്റില്ല. പ്രായപരിധി മനസ്സിലായോ? 35 വയസ്സോ അതിന് മുകളിലുള്ളവരും. അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. 35 വയസ്സിന് താഴെ പാടില്ല. നിയമിക്കുന്നത് ആരായിരിക്കും? ഓഫ് കോഴ്സ് സംസ്ഥാന സർക്കാർ തന്നെ ആയിരിക്കും. സംസ്ഥാന സർക്കാരല്ലേ വിജ്ഞാപനത്തിലൂടെ ഈ ജില്ലാ കമ്മീഷൻ രൂപീകരിച്ചത്. അപ്പോ നിയമിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ഇനി ഇവരുടെ കാലാവധി ഉണ്ട്. കാലാവധി, അംഗങ്ങളുടെയൊക്കെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ, ഇതിൽ ഏതാണോ ആദ്യം ആവുന്നത് അതായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് 65 വയസ്സായിട്ടില്ല, അങ്ങനെയെങ്കിൽ അത് 4 വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്യും? അയാളെ കാലാവധി കഴിഞ്ഞു. ഇനിയിപ്പോ 4 വർഷം ആയിട്ടില്ല അല്ലെങ്കിൽ 65 വയസ്സ് കഴിഞ്ഞോ, അയാളെ കാലാവധി കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ 4 വർഷമോ 65 വയസ്സോ പൂർത്തിയാക്കണം. അതാണ് കാലാവധി എന്ന് പറയുന്നത്. ഇനി ഇവർക്ക് വീണ്ടും ആ സ്ഥാനത്ത് തന്നെ നിയമിക്കാൻ പറ്റുമോ? പറ്റും. പുനർനിയമനത്തിന് അർഹതയുണ്ട്. മനസ്സിലായോ? പിന്നെ 50 ലക്ഷം രൂപ വരെ വില വരുന്ന കേസുകൾ ഉണ്ടല്ലോ, 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ, അതെല്ലാം ഈ ജില്ലാ കമ്മീഷന് മുൻപാകെയാണ് പോകുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ജില്ലാ കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെയാണ് നിലവിൽ വന്നത്. ഒരു പ്രസിഡന്റ് പറയാൻ കാരണം എണ്ണം തെറ്റാണ്ടിരിക്കണം കേട്ടോ. പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കണം. അതിലൊരാൾ വനിതയായിരിക്കണം. പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും, അതിലൊരാൾ വനിതയായിരിക്കണം. അംഗങ്ങൾക്ക് 35 വയസ്സിൽ താഴെ പാടില്ല. അതായത് 35 വയസ്സും പൂർത്തിയായിരിക്കണം. 35 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് മാത്രമേ ജില്ലാ കമ്മീഷനിൽ അംഗമാവാൻ പാടുള്ളൂ. ഇനി പ്രസിഡന്റിന്റെ യോഗ്യത, പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരായിരിക്കണം? മുൻ അല്ലെങ്കിൽ നിലവിലെ ജില്ലാ ജഡ്ജി ആയിരിക്കും. കാലാവധി 4 വർഷമോ 65 വയസ്സോ പൂർത്തിയാകണം. പുനർനിയമനത്തിന് അർഹതയുണ്ട്. 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ജില്ലാ കമ്മീഷന് മുൻപാകെയാണ് തീർപ്പാക്കുന്നത്. മുൻപ് ഇപ്പൊ നമ്മൾ പറഞ്ഞു 1986 നിയമത്തില് എന്തായിരുന്നു? 1 ലക്ഷം വരെയുള്ള കേസുകൾ ജില്ലാ കമ്മീഷൻ ആയിരുന്നു പരിഹാരം കണ്ടെത്തിയിരുന്നത്. പക്ഷേ ഇപ്പൊ അത് 50 ലക്ഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. അടുത്ത കമ്മീഷൻക്ക് പോയാലോ? അടുത്ത കമ്മീഷൻ ഏതാണ്? സംസ്ഥാന കമ്മീഷൻ. ഇതിന്റെയൊക്കെ അംഗസംഖ്യ മാറിപ്പോവരുത് ട്ടോ. മറ്റടുത്ത് പറഞ്ഞത് പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും, അതിലൊരാൾ വനിത, 35 വയസ്സിന് താഴെ പാടില്ല, പുനർനിയമനത്തിന് അർഹതയുണ്ട്, പിന്നെ 4 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് കാലാവധി, 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ. ഇത്രയും കാര്യമാണ് ജില്ലാ കമ്മീഷന് പറഞ്ഞത്. ഇത് സംസ്ഥാന കമ്മീഷനില് പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. ജില്ലാ കമ്മീഷനിലെ പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും. സംസ്ഥാന കമ്മീഷനിലേക്ക് വരുമ്പോ പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും, അതിലൊരാൾ വനിതയും ആയിരിക്കണം. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? മൊത്തം എത്ര പേരുണ്ട്? 5 പേരുണ്ട് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനില്. ഒന്നാമത്തെ ആളാരാ? പ്രസിഡന്റ്. പിന്നെ 4ൽ കുറയാത്ത അംഗങ്ങൾ, 4 അംഗങ്ങൾ ഉണ്ട്, അതിലൊരാൾ വനിതയായിരിക്കണം. അപ്പൊ മൊത്തം 5 അംഗങ്ങൾ. പ്രസിഡന്റ്, 4 അംഗങ്ങൾ, 4ൽ കുറയാത്ത അംഗങ്ങൾ ഉണ്ടാവണമെന്ന് പറഞ്ഞു. ഇപ്പൊ 4 അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതിലൊരാൾ വനിതയായിരിക്കണം. ഒരു വനിത മസ്റ്റ് ആണ്. മനസ്സിലായോ? ഇനി പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. പ്രസിഡന്റ് ഹൈക്കോടതിയിലെ ജഡ്ജി ആയിരിക്കും. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സംസ്ഥാന സർക്കാർ എന്ത് ചെയ്യണം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും കൂടി ആയിട്ട് ആലോചിച്ചിട്ട്
വേണം ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയെ പ്രസിഡന്റ് ആയിട്ട് നിയമിക്കാൻ വേണ്ടിയിട്ട്. സംസ്ഥാന സർക്കാരല്ലേ നിയമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച ശേഷം മാത്രമേ പ്രസിഡന്റിലെ സ്ഥാനത്തേക്ക് ഒരു ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കാൻ പാടുള്ളൂ. ഇനി പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷമോ അല്ലെങ്കിൽ 67 വയസ്സോ ആണ്. 4 വർഷം അല്ലെങ്കിൽ 67 വയസ്സ്. അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് ജില്ലാ കമ്മീഷനത്തെ പോലെ തന്നെയാണ്. 4 വർഷം 65 വയസ്സ്. 4 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ. ജില്ലാ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു 35 വയസ്സിന് താഴെയുള്ളവര് ആവാൻ പാടില്ലാന്ന്. ഇവിടെ 40 വയസ്സിന് താഴെയുള്ളവരാണ് പാടില്ലാത്തത്. അതായത് 40 വയസ്സ് പൂർത്തിയായിരിക്കണം സംസ്ഥാന കമ്മീഷനിലെ അംഗങ്ങൾക്ക്. 40 വയസ്സാവാം, 40 വയസ്സിന് മുകളിലാവാം, പക്ഷെ താഴെ ആവാൻ പാടില്ല. 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകൾ സംസ്ഥാന കമ്മീഷനാണ് നടത്തുന്നത്. മനസ്സിലായോ? മനസ്സിലായില്ല? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പോ നമ്മളിപ്പോ പറഞ്ഞത് 2 കമ്മീഷൻ പറഞ്ഞു. ജില്ലാ കമ്മീഷൻ പറഞ്ഞു, അതുപോലെ സംസ്ഥാന കമ്മീഷനും പറഞ്ഞു. സംസ്ഥാന കമ്മീഷനില് ജില്ലാ കമ്മീഷനില് 3 പേരാണ് അംഗങ്ങള്. പ്രസിഡന്റും 2-ൽ കുറയാത്ത അംഗങ്ങളും, ഒരാൾ വനിത. സംസ്ഥാന കമ്മീഷനിലോ പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ഒരാൾ വനിതയായിരിക്കണം. മൊത്തം 5 പേര്. പിന്നെ കാലാവധി അംഗങ്ങളത് 2 കമ്മീഷനും സെയിം ആണ്. 4 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ. സംസ്ഥാന കമ്മീഷനില് പ്രസിഡന്റിന്റെ കാലാവധി ഒന്ന് ശ്രദ്ധിക്കണേ. 4 വർഷം അല്ലെങ്കിൽ 67 വയസ്സാണ്. ഇനിയിപ്പോ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ആയിരിക്കും. എങ്ങനെയാണ് നിയമിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിച്ച ശേഷമാണ് പ്രസിഡന്റ് ആയിട്ട് ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത്. ജില്ലാ കമ്മീഷനിൽ 50 ലക്ഷം വരെയുള്ള കേസുകളാണ് എടുക്കുന്നതെങ്കിൽ സംസ്ഥാന കമ്മീഷനിൽ 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകളാണ് തീർപ്പാക്കുന്നത്. നമുക്ക് ഇതിൽ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ ഇവരെ അംഗങ്ങളെയൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഒന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ ട്ടോ. ഒന്നാമത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജ് ആയിരിക്കും ഈ സെലക്ഷൻ കമ്മിറ്റിയിലെ ഹെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് സെക്രട്ടറി. സംസ്ഥാന ഉപഭോക്തൃ വകുപ്പിന്റെ സെക്രട്ടറി ആയിരിക്കും അതിന്റെ കൺവീനർ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമത്തെ ആളെന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നോമിനി ആയിരിക്കും. ഇങ്ങനെ 3 പേരാണ് ഇതിലെ അംഗങ്ങളുടെ സെലക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത്. സംസ്ഥാന കമ്മീഷന് അംഗങ്ങളെയൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. അതിൽ 3 പേരാണ്, 3 പേരടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജോ ആയിരിക്കും ഹെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൺവീനർ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും. മൂന്നാമത്തെ ആളെന്ന് പറയുന്നത്, മൂന്നാമത്തെ അംഗം, സെലക്ഷൻ കമ്മിറ്റിയിലെ മൂന്നാമത്തെ അംഗം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നോമിനി ആയിരിക്കും. അങ്ങനെ 3 പേരാണ് സംസ്ഥാന കമ്മീഷന്റെ സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഹെഡ് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്ന ഒരു ജഡ്ജി. രണ്ടാമത്തത് കൺവീനർ ആരാണ്? സംസ്ഥാന ഉപഭോക്തൃ വകുപ്പിന്റെ സെക്രട്ടറി. മൂന്നാമത്തത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നോമിനി. മനസ്സിലായോ? സംസ്ഥാന കമ്മീഷനും കംപ്ലീറ്റ് ആയി. സ്പീഡ് കൂടുതലാണോ? സ്പീഡ് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനി ദേശീയ കമ്മീഷനിലേക്ക് പോവാം. ദേശീയ കമ്മീഷനിൽ രൂപീകരിച്ചിട്ടുള്ളത്, ദേശീയ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1988 ആണ് കേട്ടോ. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. ദേശീയ കമ്മീഷൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. രൂപീകൃതമായത് 1988 അംഗങ്ങൾ സെയിം സംസ്ഥാന കമ്മീഷന്റെ അത്ര അംഗങ്ങൾ തന്നെയാണ്. 5 അംഗങ്ങളുണ്ട്. ഒരു ചെയർപേഴ്സണും 4 മെമ്പേഴ്സും, 4 അംഗങ്ങളും. അതിൽ ഒരാൾ വനിതയായിരിക്കും. പ്രസിഡന്റും 4-ൽ കുറയാത്ത അംഗങ്ങളും ആയിരിക്കും. ഇനി പ്രസിഡന്റ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടുള്ള വ്യക്തി ആയിരിക്കും. സുപ്രീം കോടതി ജഡ്ജി
ആയിരിക്കും, സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി ആയിരിക്കും പ്രസിഡന്റ് എന്ന് പറയുന്നത്. പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം 70 വയസ്സാണ്. 5 വർഷം 70 വയസ്സ്. പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 5 വർഷം 70 വയസ്സും. 5 വർഷം 70 വയസ്സുമാണ് പ്രസിഡന്റിന്റെ കാലാവധി. അംഗങ്ങളെ കാലാവധിയാണ് 5 വർഷം 67 വയസ്സും. ഈ 5 വർഷം 67 വയസ്സും ആരുടെ കാലാവധിയാണ്? അംഗങ്ങളുടെ കാലാവധിയാണ്. ചെയർമാന്റെ കാലാവധി 5 വർഷവും 70 വയസ്സുമാണ്. ചെയർമാൻ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ആരാണ്? സുപ്രീം കോടതിയിലെ ജഡ്ജിയാണ്. ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജി. സുപ്രീം കോടതിയിലെ ജഡ്ജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ചീഫ് ജസ്റ്റിസ് എന്നല്ല. അത് ഓർക്കണം കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷവും 70 വയസ്സും. 5 വർഷവും 70 വയസ്സും. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ഇനി അംഗങ്ങളത് 5 വർഷമോ അല്ലെങ്കിൽ 67 വയസ്സോ ആണ്. ഇവിടെ നമ്മൾ സംസ്ഥാന കമ്മീഷനില് നമ്മൾ പറഞ്ഞു പ്രസിഡന്റിന്റെ കാലാവധി എത്രയാണ്? 4 വർഷവും 67 വയസ്സും. അത് മാറിപ്പോവരുതേ. ഇവിടെ 5 വർഷവും 67 വയസ്സും പ്രസിഡന്റിന്റെ അല്ല, അംഗങ്ങളുടെ കാലാവധിയാണ് ദേശീയ കമ്മീഷനില്. ലാസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞുതരാം ട്ടോ. ഇനി ആദ്യ പ്രസിഡന്റ് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ അഥവാ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? അറിയോ? ആർക്കെങ്കിലും അറിയോ? ബാലകൃഷ്ണൻ ഏറാടിയാണ് ആദ്യത്തെ പ്രസിഡന്റ് അഥവാ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ജസ്റ്റിസ് ബാലകൃഷ്ണൻ ജഡ്ജ് ബാലകൃഷ്ണൻ ഏറാടി ആയിരുന്നു. നിലവിൽ ആർ.കെ. അഗർവാൾ ആണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്കറിയില്ല. ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യമുള്ളവർക്ക് പറഞ്ഞുതരാം. ഓക്കെ. ഇനി ദേശീയ വിധിക്കുമേൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ പറ്റും. അപ്പീലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് ഈ സ്ലൈഡിൽ ദേശീയ വിധിക്ക് മേലെ നമുക്ക് പോവാം. ഇപ്പോ എത്ര ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകണം? ഇപ്പൊ നമ്മൾ ദേശീയ തലത്തിൽ പരാതി നൽകി, ദേശീയ തലത്തിൽ ഒരു വിധി വന്നു. ആ വിധി വന്നിട്ട് നമുക്ക് എത്ര ദിവസത്തിനുള്ളിൽ പരാതി അപ്പീല് പോവാം സുപ്രീം കോടതിക്ക്? 30 ദിവസത്തിനുള്ളിൽ നമുക്ക് സുപ്രീം കോടതിക്ക് അപ്പീല് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ വ്യാജ പരസ്യമായിട്ട് ബന്ധപ്പെട്ട കേസുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ കുറച്ച് ശിക്ഷ. CCPA അധികാരത്തെ കുറിച്ചൊക്കെ, അതിന്റെ ഉത്തരവ് പാലിക്കാതിരുന്നാലുള്ള ശിക്ഷ, ഇനിയിപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യത്തിന്, വ്യാജ പരസ്യത്തിനുള്ള ശിക്ഷ 2 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. എന്താണ് ശിക്ഷ? 2 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയുമാണ് വ്യാജ പരസ്യവുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ. മനസ്സിലായോ? ഇനി നമുക്ക് അപേക്ഷാ ഫീസും അപ്പീലും ഒക്കെയാണ് പറയാനുള്ളത്. അതിനു മുൻപ് ഒന്നുകൂടെ നമുക്ക് ത്രിതല ഉപഭോക്തൃ കോടതികളെ കുറിച്ചും അധ്യായം 4 എന്തൊക്കെ പറയുന്നതോ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് അപ്പീലും അതുപോലെ അപേക്ഷാ ഫീസിനെ കുറിച്ചൊക്കെ പറയാം. അപ്പീലും അപേക്ഷാ ഫീസും ഒക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള പോർഷൻ ആണ്. അപ്പൊ നമുക്കത് ഒന്നുകൂടെ പറയണം. ഇത് പറഞ്ഞതിന് ശേഷം അത് പറഞ്ഞിട്ട് വീണ്ടും ആദ്യം മുതൽ ഒന്ന് ഓടിച്ച് പറഞ്ഞിട്ട് ക്ലാസ് നിർത്താം ട്ടോ. എല്ലാരും ഒന്നുകൂടെ വായിച്ചു നോക്കണേ. പറയട്ടെ. 1986 നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ അല്ലെങ്കിൽ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിയമസംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ നിലവിൽ വന്നത്. അധ്യായം 4 പറയുന്നത് തർക്കങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് നഷ്ടപരിഹാരം ലഭ്യമാക്കുക, ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നൊക്കെയാണ് ഉപഭോക്തൃ കോടതികളുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്.
ഇനി ഉപഭോക്താക്കളുടെ തർക്കങ്ങൾക്കും പരാതികൾക്കും പരിഹാരം കാണാനായിട്ട് ഇന്ത്യയിൽ 3 കമ്മീഷൻ ഉണ്ട്. അതായത് ത്രിതല ഉപഭോക്തൃ കോടതികളുണ്ട്. അതിലൊന്നാണ് ജില്ലാ കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അംഗങ്ങള് സംസ്ഥാന സർക്കാരാണ് വിജ്ഞാപനത്തിലൂടെ രൂപീകരിക്കുന്നത് ജില്ലാ കമ്മീഷനെ. സംസ്ഥാന സർക്കാർ തന്നെയാണ് നിയമിക്കുന്നത്. അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രസിഡന്റ് അഥവാ ചെയർമാനും 2ൽ കുറയാത്ത അംഗങ്ങളും, മൊത്തം 3 പേരുണ്ട്. ഈ 2 അംഗങ്ങളിൽ ഒരാള് വനിതയായിരിക്കണം. ഇനി പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് മുൻ ജില്ലാ ജഡ്ജി ആവാം, അല്ലെങ്കിൽ നിലവിലെ ജില്ലാ ജഡ്ജി ആവാം. അപ്പൊ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുൻ അല്ലെങ്കിൽ നിലവിലെ ജില്ലാ ജഡ്ജി ആയിരിക്കും. അംഗങ്ങൾക്ക് 35 വയസ്സിന് താഴെ പാടില്ല, അതായത് 35 വയസ്സെങ്കിലും പൂർത്തിയായിരിക്കണം. നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാലാവധി 4 വർഷവും അല്ലെങ്കിൽ 65 വയസ്സ്. പുനർനിയമനത്തിന് അർഹതയുണ്ട്. 50 ലക്ഷം രൂപ വരെയുള്ള കേസുകൾ ഇവിടെ തീർപ്പാക്കുന്നു. മുൻപ് 1 ലക്ഷം വരെയുള്ള കേസുകളായിരുന്നു. മനസ്സിലായോ? ഇനി ഇതിൽ നമ്മൾക്ക് പറയാൻ അപ്പീലും കൂടി പറഞ്ഞിട്ട് പോകാം. അതായത് ഇപ്പൊ ജില്ലാ തലത്തിൽ ഒരു വിധി വന്നു, ആ വിധിക്ക് മേലെ നമുക്ക് സംസ്ഥാന തലത്തിൽ അപ്പീൽ പോകാനുള്ള കാലാവധി, അതൊരു ചോദ്യമാണ്. ഇതൊക്കെ ഈ അപ്പീൽ പോകാനുള്ള കാലാവധി ഒരു ചോദ്യമാണ്. ജില്ലാ തലത്തിലെ വിധിക്കുമേല് സംസ്ഥാന തലത്തിൽ അപ്പീൽ പോകാനുള്ള കാലാവധി ഓപ്ഷൻസ് തരാം. 30 ദിവസം, 35 ദിവസം, 45 ദിവസം, 40 ദിവസം. ഇത് ഞാൻ ചോദ്യം ചോദിക്കാട്ടോ. ചോദ്യം ഞാൻ ഗൂഗിൾ ഫോമിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ അല്ലേ? അപ്പോ ജില്ലാ തലത്തിലെ വിധിക്കുമേൽ സംസ്ഥാന തലത്തിൽ അപ്പീൽ പോകാനുള്ള കാലാവധി ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. 45 ദിവസം, 30 ദിവസം, 35 ദിവസം, 40 ദിവസം. ഇതിലേതാണ് ഉത്തരം? 45 ദിവസമാണ് കേട്ടോ. ഒന്നുകൂടെ ഓർക്കുക, ജില്ലാ തലത്തിലെ വിധിക്കുമേൽ സംസ്ഥാന തലത്തിൽ അപ്പീൽ പോകാനുള്ള കാലാവധിയാണ് 45 ദിവസം. മനസ്സിലായോ? അതുകൂടെ ഈ കൂട്ടത്തിൽ പറഞ്ഞു പോവാട്ടോ. ഇനി അതവിടെ ക്ലിയർ ആയില്ലേ? അടുത്തത് ഏതാണ്? സംസ്ഥാന കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അംഗങ്ങൾ 5, പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. അപ്പൊ 5 പേരായില്ലേ? പ്രസിഡന്റ് എന്ന് പറയുന്നത് ചെയർമാൻ തന്നെയാട്ടോ. അപ്പൊ ഇനിയിപ്പോ ചെയർമാൻ എന്ന് പറഞ്ഞാലും പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും ഒക്കെ ഒരേ ആൾ തന്നെയാണ് കേട്ടോ. അത് മാറരുതേ. അപ്പൊ ഞാൻ ചിലപ്പോ ചെയർമാൻ എന്ന് പറയും, ചിലപ്പോ പ്രസിഡന്റ് എന്ന് പറയും. അത് 2 ആളല്ല, ഒരാൾ തന്നെയാണ് കേട്ടോ. അംഗങ്ങൾ എത്ര പേരാണ്? 5 പേര്. ഒരു പ്രസിഡന്റ്, അതായത് ഒരു ചെയർമാന്, പിന്നെ 4 അംഗങ്ങളും. ഈ 4 അംഗങ്ങളിൽ ഒരാൾ വനിതയായിരിക്കണം. പിന്നെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഈ ഹൈക്കോടതി ജഡ്ജിയെ എങ്ങനെയാ നിയമിക്കുന്നത്? സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച ശേഷമാണ് ഹൈക്കോടതി ജഡ്ജിയെ ചെയർമാനായിട്ട് ഒരു ജഡ്ജിയെ ചെയർമാനായിട്ട് നിയമിക്കുന്നത്. മനസ്സിലായോ? ഇനി ചെയർമാന്റെ അഥവാ പ്രസിഡന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 4 വർഷവും 67 വയസ്സുമാണ്. അംഗങ്ങളതോ 4 വർഷവും 65 വയസ്സും. പിന്നെ ജില്ലാ കമ്മീഷനിൽ നമ്മൾ പറഞ്ഞു 35 വയസ്സ് പൂർത്തിയാകണം, 35 വയസ്സിന് താഴെ പാടില്ല. ഇവിടെ 40 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ കമ്മീഷനിൽ അംഗങ്ങളാവാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനി 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകൾ തീർപ്പാക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ്. മനസ്സിലായോ? ഇനി ഈ കമ്മീഷനിലെ അംഗങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ട്. ആ സെലക്ഷൻ കമ്മിറ്റിയിൽ നമ്മൾ പറഞ്ഞു ചെയർമാനൊക്കെ സെലക്ട് ചെയ്യുന്ന സംസ്ഥാന സർക്കാർ ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടി ആലോചിച്ച ശേഷമാണല്ലോ. അങ്ങനെ ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. സെലക്ഷൻ കമ്മിറ്റിയിൽ 3 അംഗങ്ങളുണ്ട്. അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്തിട്ടുള്ള മറ്റൊരു ജഡ്ജോ ആയിരിക്കും ഹെഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് സെക്രട്ടറി ആയിരിക്കും. ഈ സെക്രട്ടറിയാണ് കൺവീനർ എന്ന് പറയുന്നത് സെലക്ഷൻ കമ്മിറ്റിയുടെ. മൂന്നാമത്തെ അംഗം എന്ന് പറയുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നോമിനി ആയിരിക്കും. ഇനി ഈ സംസ്ഥാന കമ്മീഷനിലെ അംഗങ്ങളൊക്കെ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അവരെ നിയമിക്കുന്നതും രാജി സമർപ്പിക്കേണ്ടതും എല്ലാം സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരിനാണ് ഇവര് രാജി സമർപ്പിക്കേണ്ടത്.
മനസ്സിലായോ? ഇത്രയും കാര്യം പറഞ്ഞില്ലേ? മനസ്സിലായില്ലേ? ഇനി അടുത്തത് ദേശീയ കമ്മീഷൻ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. 1988 രൂപീകൃതമായത്. അംഗങ്ങൾ 5 പേര്, പ്രസിഡന്റും 4ൽ കുറയാത്ത അംഗങ്ങളും. അതിലൊരാൾ വനിതയായിരിക്കണം. പ്രസിഡന്റ് സുപ്രീം കോടതി ജഡ്ജ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും. കാലാവധി 5 വർഷമോ 70 വയസ്സോ. ഇനി അംഗങ്ങളുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 67 വയസ്സ്. 4 വർഷം 67 വയസ്സ് സംസ്ഥാന കമ്മീഷന്റെ ചെയർമാന്റെ അഥവാ പ്രസിഡന്റിന്റെ കാലാവധിയാണ്. മാറിപ്പോകരുത്. മനസ്സിലായോ? ഇനി 2 കോടിക്ക് മുകളിലുള്ള കേസുകളിലെല്ലാം തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? ദേശീയ കമ്മീഷനാണ്. ഇനി ദേശീയ കമ്മീഷനിലെ വിധിക്ക് മേല് നമുക്ക് അപ്പീൽ പോകണം. എവിടെ? സുപ്രീം കോടതിയിൽ അപ്പീൽ പോകണം. അങ്ങനെയാണെങ്കിൽ അപ്പീൽ പോകാനുള്ള സമയപരിധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. നമ്മൾ പറഞ്ഞു ജില്ലാ കമ്മീഷനിലെ ജില്ലാ തലത്തിലെ വിധിക്ക് മേല് സംസ്ഥാന തലത്തിൽ അപ്പീൽ പോകാനുള്ള കാലാവധി എന്ന് പറയുന്നത് 45 ദിവസമാണ്. അപ്പോ ദേശീയ തലത്തിലെ വിധിക്ക് മേല് സുപ്രീം കോടതിയിലാണ് അപ്പീൽ പോവുക. ആ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി 30 ദിവസമാണ്. ഇനി പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, സംസ്ഥാന തലത്തിലെ വിധിക്ക് മേല് നമ്മൾ എവിടെ അപ്പീൽ പോകും? ദേശീയ തലത്തിൽ പോകും. ഈ ദേശീയ തലത്തിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി എന്ന് പറയുന്നത് 30 ദിവസമാണ്. പിന്നെ കേരള സംസ്ഥാന കമ്മീഷൻ ചെന്നൈ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് സുരേന്ദ്ര മോഹൻ ആയിരുന്നു. ഇപ്പോ ആരാണെന്നുള്ളത് നിങ്ങൾ നോക്കണം ട്ടോ. നോക്കണേ, മറക്കരുതേ. അങ്ങനെയാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. ഇനി ദേശീയ തലത്തില് നമ്മൾ പറഞ്ഞു 5 അംഗങ്ങളുണ്ട്, ഒരു പ്രസിഡന്റ്, 4 അംഗങ്ങൾ, ഒരാൾ വനിത. പ്രസിഡന്റിന്റെ അഥവാ ചെയർമാന്റെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷം 70 വയസ്സ്. അംഗങ്ങളാണെങ്കിൽ 5 വർഷം 5 വർഷമോ അല്ലെങ്കിൽ 67 വയസ്സോ. ആദ്യ ചെയർമാന് ബാലകൃഷ്ണൻ ഏറാടിയാണ്. നിലവിൽ RK അഗർവാൾ ആയിരുന്നു. മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇപ്പൊ 2 ടാസ്ക് ആയി. ഒന്ന് ജസ്റ്റിസ് സുരേന്ദ്ര മോഹൻ തന്നെയാണോ സംസ്ഥാന കമ്മീഷന്റെ ചെയർമാൻ എന്ന് നോക്കണം. രണ്ടാമത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ചെയർമാൻ നിലവിൽ RK അഗർവാൾ ആണെന്ന് നോക്കണം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ അപ്പീലിന്റെ കാര്യം പറഞ്ഞു. പിന്നെ 2 കോടിക്ക് മുകളിലുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ പരിഹാരം കാണുന്നത് ആരാണ്? ദേശീയ കമ്മീഷനാണ്. മനസ്സിലായോ? ഇനി ഇപ്പോ വ്യാജ പരസ്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. വ്യാജ പരസ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകൾക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് 2 വർഷവും, അതായത് 2 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയുമാണ്. മനസ്സിലായോ? ഇനി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എത്ര വർഷം വരെയുള്ള കേസുകളാണ്? ഇപ്പൊ 10 വർഷം മുമ്പ് വാങ്ങിയ ഒരു സാധനമാണ്, അതിനിപ്പോ കേസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് 2 വർഷം വരെയുള്ള കേസുകളാണ്. ഈ 2019 ഭേദഗതി തന്നെയാണ് കൊമേഴ്സ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിൽ നിന്നൊക്കെ സാധനം വാങ്ങണം, അതെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിലാ വരുന്നത് എന്ന് വ്യവസ്ഥ ചെയ്തത് ട്ടോ. ഇനി കോടതി, ഇപ്പൊ നമ്മൾ അപ്പീൽ പറഞ്ഞു, അതായത് ഇപ്പൊ ജില്ലാ തലത്തിലെ വിധി വന്നു, ആ വിധിക്ക് മേലെ നമുക്ക് സംസ്ഥാന തലത്തില് അപ്പീൽ പോവാനുള്ള കാലാവധി 45 ദിവസം. ഇനി സംസ്ഥാന തലത്തിലെ വിധിക്ക് മേലെ ദേശീയ തലത്തിൽ അപ്പീൽ പോവാനുള്ള കാലാവധി 30 ദിവസം. ദേശീയ തലത്തിലെ വിധിക്ക് മേലെ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി 30 ദിവസം. മനസ്സിലായോ? ഇനിയിപ്പോ കോടതിക്ക് പുറത്ത് തീർപ്പാക്കാണ് കേസുകള്. അതായത് പരാതിക്കാരന് ആ സമയത്ത് പരാതിക്കാരൻ എന്ത് ചെയ്തു? പരാതിക്കാരനും അതുപോലെ തന്നെ ഉൽപാദകനോ അല്ലെങ്കിൽ വിതരണക്കാരോ തമ്മിൽ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് കോടതിക്ക് പുറത്ത് വെച്ചിട്ട് അത് തീർപ്പാക്കുന്നുണ്ടെങ്കിൽ അത്തരം കേസുകളിൽ പിന്നീട് അപ്പീൽ പോകാൻ പറ്റില്ല. ഉപഭോക്താവിന് അത്തരത്തിലൊരു അവകാശം നൽകുന്നില്ല. അതും ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ട്ടോ. ഇനി അവസാനത്തെ സെക്ഷനിക്ക് പോകാം. അവസാനത്തെ ഒരു ഇതാണ് അപേക്ഷാ ഫീസ്. അപേക്ഷാ ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ഒന്ന് നോക്കണേ.
ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ലേ? മനസ്സിലായില്ലെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് ഒന്നും കൂടെ പറയാനുള്ളതാണ്. മനസ്സിലായിട്ടില്ലെങ്കിൽ പറയണം. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഫീസ് പറയാം. 5 ലക്ഷം വരെയുള്ള കേസ് നമ്മൾ പറഞ്ഞു 50 ലക്ഷം വരെയുള്ള കേസുകളുണ്ട്. 50 ലക്ഷം വരെയുള്ള കേസുകളിൽ ആരാണ് പരിഹാരം നൽകുന്നത്? 50 ലക്ഷം വരെയുള്ള കേസുകളിൽ പരിഹാരം നൽകുന്നത് ആരാണ്? ഇത്രയും ഭാഗം 50 ലക്ഷം വരെയുള്ള കേസുകൾ ഇത്രയും ആരാണ് പരിഹാരമൊക്കെ നൽകുന്നത് ആരാണ്? പരാതികളിൽ പരിഹാരം തേടാൻ നമുക്ക് 50 ലക്ഷം വരെ ആർക്കാണ് നമ്മൾ പരാതി തേടാൻ ആരിലാണ് നമ്മൾ പരാതി സമർപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ എവിടുന്നാണ് നമുക്ക് പരിഹാരം ലഭിക്കുന്നത്? ജില്ലാ കമ്മീഷന് അല്ലെ? അപ്പൊ 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ ഉള്ള കേസ് കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് ജില്ലാ തലത്തില് ജില്ലാ കമ്മീഷനില് പരാതി പരിഹരിക്കുന്നതിന് അപ്പൊ നമ്മളിപ്പോ ഒരു പരാതി കൊടുക്കുകയാണ്. അപ്പൊ നമുക്കൊരു അപേക്ഷ കൊടുക്കണം. അപേക്ഷ ഫീസ് പറയുന്നുണ്ട്. നോക്കിയാലോ? 5 ലക്ഷം വരെ ഇപ്പൊ 5 ലക്ഷം വരെ വിലയുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അതിലാണ് പരാതി പോയിട്ടുണ്ടെങ്കിൽ അപേക്ഷകന് ഫീസ് കൊടുക്കണ്ട. മനസ്സിലായോ? 5 ലക്ഷം വരെ ഫീസ് ഇല്ല. ഇനി ഇത് ഒരു ഓർഡർ ആണ്. 5 മുതൽ 10 വരെ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ അപേക്ഷാ ഫീസ് 200 രൂപ. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപ. 20 ലക്ഷം മുതൽ 50 ലക്ഷം വരെ 1000 രൂപ. മനസ്സിലായോ? അതൊരു ഓർഡറിൽ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 5 ലക്ഷം വരെ ഫീസ് ഇല്ല. 5 to 10 200, 10 to 20 400, 20 to 50 1000. ഇത്രയും വരുന്നത് ജില്ലാ കമ്മീഷന്റെ പരിധിയിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? അടുത്തേക്ക് പോട്ടെ. ഇനി 50 ലക്ഷം മുതൽ 2 കോടി വരെ 50 ലക്ഷം മുതൽ 2 കോടി വരെ കേസുകൾ ആരാണ് പരിഹാരം നൽകുന്നത്? സംസ്ഥാന കമ്മീഷനാണ്. ഇനി ഫീസ് നോക്കാം. 50 ലക്ഷം മുതൽ 1 കോടി വരെ ഉള്ള കേസുകളാണെങ്കിൽ 2000 രൂപയായിരിക്കും ഫീസ്, അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത്. 1 കോടി മുതൽ 2 കോടി വരെ ആണെങ്കിൽ അത് 2500 ആകും. നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ജില്ലാ കമ്മീഷൻ എടുക്കാം. 50 ലക്ഷം വരെ അത് ആദ്യം അങ്ങ് ഉറപ്പിക്കാം. 5 ലക്ഷം വരെ ഫീസ് ഇല്ല. 5 മുതൽ 10 ലക്ഷം വരെ 200 രൂപ. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെ 400 രൂപ. 20 മുതൽ 50 ലക്ഷം വരെ 1000 രൂപ. ജില്ലാ കമ്മീഷൻ പരിഹാരം നൽകുന്നു. സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി. അടുത്തത് സംസ്ഥാന കമ്മീഷൻ. സംസ്ഥാന കമ്മീഷനിൽ 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകളാണ് തീർപ്പാക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് 50 ലക്ഷം മുതൽ 1 കോടി വരെ, അവിടെ 1000 അല്ലേ പറഞ്ഞത്? അപ്പൊ ഇവിടെ ഇരട്ടിച്ചു. 2000 രൂപ അപേക്ഷാ ഫീസ്. 1 കോടി മുതൽ 2 കോടി വരെ 2500 രൂപ. ഓക്കെ ആണോ? അടുത്തത് ഇത് ദേശീയ തലത്തിലുള്ളതാട്ടോ. ദേശീയ കമ്മീഷൻ. ദേശീയ കമ്മീഷൻ ആവുമ്പോൾ നമുക്കറിയാം 2 കോടിക്ക് മുകളിലുള്ള കേസുകൾ. അത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം കേട്ടോ. 2 കോടി മുതൽ 4 കോടി വരെ 3000 രൂപ. പിന്നെ അങ്ങനെ 1000 കൂടി വരണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഇപ്പൊ 7500 അല്ലെങ്കിൽ 2500 അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഓർഡർ തന്നെ നമുക്ക് കിട്ടും. 2 കോടി മുതൽ ഉള്ള കേസുകൾ പരിഹാരം നൽകുന്നത് ദേശീയ കമ്മീഷനാണ്. 2 കോടി മുതൽ 4 കോടി വരെ 3000 രൂപയാണ് അപേക്ഷാ ഫീസ്. 4 to 6 4000 രൂപ. 6 മുതൽ 8 കോടി വരെ 5000 രൂപ. 8 മുതൽ 10 കോടി വരെ 6000 രൂപ. 10 കോടിക്ക് മുകളിലാണെങ്കിൽ 7500 രൂപ. അതാണ് അപേക്ഷാ ഫീസ്. മനസ്സിലായോ? അപേക്ഷാ ഫീസ് ഒന്നുകൂടെ പറയാം. എന്നിട്ട് ആദ്യം മുതൽ ഒന്ന് ഓടിച്ചിട്ട് പറയാം. ഓക്കെ? 5 ലക്ഷം വരെ ഫീസ് ഇല്ല. 5 മുതൽ 10 വരെ 200 രൂപ. 10 മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള കേസുകൾക്ക് 400 രൂപ. 20 മുതൽ 50 ലക്ഷം വരെയാണെങ്കിൽ 1000 രൂപ
ഇത് ഏത് കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാ? ജില്ലാ കമ്മീഷന്റെ പരിധിയിൽ വരുന്നതാണ്. അടുത്തത് 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകൾ എന്തിന്റെ പരിധിയിലാണ് വരുന്നത്? സംസ്ഥാന കമ്മീഷന്റെ പരിധിയിലാണ് വരുന്നത്. സംസ്ഥാന കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കേസാണ് കേട്ടോ. അപ്പൊ 50 ലക്ഷം മുതൽ 1 കോടി വരെ അപേക്ഷ ഫീസ് 2000, 1 കോടി മുതൽ 2 കോടി വരെ 2500. അടുത്തത് ദേശീയ കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കേസ് 2 കോടിക്ക് മുകളിൽ വരുന്ന കേസാണ്. അപ്പൊ 2 മുതൽ 4 കോടി വരെ 3000, 4 മുതൽ 6 കോടി വരെ 4000, 6 മുതൽ 8 കോടി വരെ 5000, 8 to 10 6000, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 7500. അപേക്ഷാ ഫീസിന്റെ കാര്യം ക്ലിയർ ആയില്ലേ? അതൊന്ന് വായിച്ചാൽ മതി. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ദേശീയ തലത്തില്, ജില്ലാ തലത്തില്, സംസ്ഥാന തലത്തില് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് പഠിച്ചാൽ മതി. 2-3 പ്രാവശ്യം അതിങ്ങനെ കേൾക്കുന്നവരാണെങ്കിൽ കേട്ടാലും വായിച്ച് എടുക്കുക, അല്ലെങ്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അത്ര റിസ്ക് ഒന്നുമില്ല. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, വിട്ടു പോവരുത്. ഓക്കെ അല്ലേ? ഇനി അപ്പീൽ ഒന്നുകൂടെ പറയാം. അപ്പൊ സംസ്ഥാന തലത്തിൽ നിന്ന് വിധി വന്നു. ആ വിധിക്ക് മേലെ നമുക്ക് അപ്പീലിന് പോകണം. ദേശീയ തലത്തിലേക്കാണ് അപ്പീലിന് പോവുക. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. ഇനിയിപ്പോ ജില്ലാ തലത്തിലെ വിധിക്ക് മേളില് സംസ്ഥാന തലത്തിലേക്ക് അപ്പീൽ പോവുകയാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോകേണ്ടത്? 45 ദിവസം. ഇനി ദേശീയ തലത്തിലെ വിധിക്ക് മേളില് നമ്മൾ അപ്പീൽ പോവുക എവിടേക്കാണ്? സുപ്രീം കോടതിയിലേക്കാണ് അപ്പീൽ പോവുക. സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി 30 ദിവസമാണ്. മനസ്സിലായോ? ഇനി കോടതിക്ക് പുറത്ത് തീർപ്പാക്കുന്ന കേസുകൾക്ക് പരാതിക്കാരന് അപ്പീൽ പോകാൻ അവകാശമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരികയാണെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്യണേ. കോടതിക്ക് പുറത്ത് തീർപ്പാക്കുന്ന കേസുകൾക്ക് പരാതിക്കാരന് അപ്പീൽ പോകാനുള്ള അവകാശമില്ല. മനസ്സിലായോ? ഇനി നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ഉണ്ടല്ലോ, CCPA, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി. അതിലിപ്പോ ഒരു വിധി വന്നു. അതിന് നമ്മൾ എവിടേക്ക് അപ്പീൽ പോവാ? ദേശീയ തലത്തിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റും. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. അതും കൂടെ ഓർക്കണേ. CCPAയിൽ നിന്ന് നമുക്ക് അപ്പീൽ പോകാൻ പറ്റും ദേശീയ തലത്തിലേക്ക്. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ. മനസ്സിലായല്ലോ? ഇപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഇന്ന് എന്തൊക്കെയാ പറഞ്ഞത്? CCPA കുറിച്ച് പറഞ്ഞു. CCPA എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 2019 ഭേദഗതി പ്രകാരം വന്നതാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി അഥവാ CCPA. കേന്ദ്ര അതോറിറ്റി എന്നും പറയും. ഇ-കൊമേഴ്സും അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. CCPA കുറിച്ച് പറയുന്ന അധ്യായം 3. രൂപീകരണത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് 10. ഇപ്പൊ രൂപീകരണത്തില് നമ്മൾ പറയുന്നുണ്ട് ചീഫ് കമ്മീഷണർ ഉണ്ട്, കമ്മീഷണർമാരുണ്ട്. അവരൊക്കെ നിയമിക്കുന്നത്, അവരുടെ കാലാവധി, ശമ്പളം ഒക്കെ നിശ്ചയിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ വാർഷിക റിപ്പോർട്ട് CCPA സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. ഇപ്പൊ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കൺട്രോളർ ആണ്, ഓഡിറ്റ് ജനറലിന്റെ കൂടെ ആയിരിക്കണം. ഒരു കോപ്പി കേന്ദ്ര സർക്കാരിനും ഒരു കോപ്പി വീതം ഇരു സഭകൾക്ക് മുന്നിലും അവതരിപ്പിക്കണം. ഇനിയിപ്പോ ഉത്തരവ് പാലിക്കുന്നില്ല, ഒരു കേസ് വന്നു, CCPAന്റെ മുമ്പിൽ ഒരു കേസ് വന്നാല്, ഇപ്പൊ ഒരു കമ്പനിക്കെതിരെ കേസ് വന്നു, ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ എല്ലാവർക്കും പറയുകയാണെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കുമല്ലോ. അതിനെതിരെ ഒരു കേസ് വന്നു. CCPA ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു, ഇതിങ്ങനെ പാടില്ല. എന്നിട്ട് ആ ഉത്തരവ് പാലിക്കാണ്ടിരുന്നാല് 6 മാസം തടവോ അല്ലെങ്കിൽ 20 ലക്ഷം രൂപയോ പിഴയോ ലഭിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും ലഭിക്കും ശിക്ഷയായിട്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം, വ്യാജ പരസ്യമാണ്, അതിനെതിരെയുള്ള ശിക്ഷ എന്താണ്? 2 വർഷവും 10 ലക്ഷം രൂപ, 2 വർഷം തടവും 10 ലക്ഷം രൂപ പിഴയും. ഈ കേസ് വീണ്ടും ആവർത്തിച്ചാലോ ശിക്ഷ ഒന്നുകൂടെ കൂടും, 5 വർഷവും 50 ലക്ഷം രൂപ പിഴയും ശിക്ഷയായിട്ട് വരും. അത് പറഞ്ഞു. പിന്നെ സെക്ഷൻ 16 നമ്മൾ പറഞ്ഞു ജില്ലാ കളക്ടറുടെ അധികാരത്തെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ തെറ്റായ വ്യാപാരം, ഉപഭോക്താവിന്റെ അവകാശ ലംഘനം, തെറ്റായ പരസ്യം, അന്യായമായ വ്യാപാരം, പിന്നെ ഉപഭോക്താവിന്റെ സംരക്ഷണം ഒക്കെ, ഉപഭോക്താവിന് പ്രോത്സാഹനം നൽകുക, ഇതൊക്കെ CCPAന്റെ ലക്ഷ്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ CCPAന്റെ അന്വേഷണ
ഉപഭോക്തൃ കുറിച്ച് പറയുന്ന സെക്ഷനാണ്, വകുപ്പാണ് വകുപ്പ് 15. അതിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറൽ ആണ്. പിന്നെ യോഗ്യത എന്ന് പറയുന്നത് ഈ അന്വേഷണത്തിലൊക്കെ അനുഭവ പരിചയം ആണ് അവരുടെ യോഗ്യതയായി പറയുന്നത്. പിന്നെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു, അവകാശ ലംഘനം, തെറ്റായ പരസ്യം, അന്യായമായ വ്യാപാരം, ഇതിനൊക്കെതിരെ ആർക്കാണ് പരാതി കൊടുക്കുക? 3 പേർക്ക് പരാതി കൊടുക്കാൻ പറ്റും. 1 ഡിസ്ട്രിക്ട് കളക്ടർ, 2 റീജിയണൽ ഓഫീസ് കമ്മീഷണർ, 3 കേന്ദ്ര അതോറിറ്റി. ഇനി ജില്ലാ കളക്ടറുടെ അധികാരത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 16. ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് എന്ത് ചെയ്യണം? 2 പേർക്ക് സമർപ്പിക്കണം. അതിന് ആർക്കൊക്കെയാണ് സമർപ്പിക്കേണ്ടത്? ജില്ലാ കളക്ടർ, റീജിയണൽ ഓഫീസ് കമ്മീഷണർക്ക് സമർപ്പിക്കാം, കേന്ദ്ര അതോറിറ്റിക്കും സമർപ്പിക്കണം. ഇനി തെറ്റായ പരസ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിർത്തലാക്കാനും അതുപോലെ അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കാനും CCPAക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 21. ഇനിയിപ്പോ എന്തെങ്കിലും കാര്യത്തില് പിഴവ് വന്നാൽ അവർക്കെതിരെ പിഴ ചുമത്താനും CCPAക്ക് അധികാരമുണ്ട്. അടുത്തത് എന്താ നമ്മൾ പറഞ്ഞത്? പ്രാഥമിക അന്വേഷണം നടത്താൻ അധികാരമുള്ളവർ ആരൊക്കെയാണ്? ഡിസ്ട്രിക്ട് കളക്ടർ, അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ. CCPAയുടെ അന്വേഷണ വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ഡയറക്ടർ ജനറൽക്കും ഡിസ്ട്രിക്ട് കളക്ടർക്കും പ്രാഥമിക അന്വേഷണം നടത്താൻ അധികാരമുണ്ട്. മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് CCPAയെ കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ ഉപഭോക്തൃ കോടതിയെ കുറിച്ച് പറഞ്ഞു. 1986 നിയമപ്രകാരം ഉപഭോക്താവിന് ഉൽപാദകരിൽ നിന്നോ അല്ലെങ്കിൽ വിതരണക്കാരിൽ നിന്നോ തൃപ്തികരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെതിരെ എന്ത് ചെയ്യാ? നിയമസംരക്ഷണം തേടാൻ വേണ്ടിയിട്ടാണ് ഉപഭോക്തൃ കോടതികൾ ഉള്ളത്. പിന്നെ ഇന്ത്യയിൽ ത്രിതല ഉപഭോക്തൃ കോടതിയാണ് ഉള്ളത്. ജില്ലാ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, സംസ്ഥാന കമ്മീഷനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ദേശീയ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. ദേശീയ കമ്മീഷനിൽ ഒരു കേന്ദ്ര സർക്കാർ ഒരു സെലക്ഷൻ കമ്മിറ്റിന്റെ ശുപാർശ പ്രകാരമാണ് ദേശീയ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ശുപാർശ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസ്, ഒന്നാമത്തെ അംഗം ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജി ഉണ്ടായിരിക്കും. പിന്നെ കേന്ദ്ര ഗവൺമെന്റിലെ നിയമകാര്യ വകുപ്പ് സെക്രട്ടറി ഉണ്ടായിരിക്കും. പിന്നെ കേന്ദ്ര സർക്കാരിൽ തന്നെ ഉപഭോക്തൃ വകുപ്പിന്റെ സെക്രട്ടറിയും കൂടിയിട്ടാണ് ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ സെലക്ഷൻ കമ്മിറ്റിയാണ് ദേശീയ കമ്മീഷനിലെ അംഗങ്ങളെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. അതൊന്ന് ഓർക്കണേ. നമ്മൾ മുൻപ് പറഞ്ഞു സംസ്ഥാന കമ്മീഷനിലെ അംഗങ്ങളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ട്. ആരൊക്കെയായിരുന്നു? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നോമിനേറ്റ് ചെയ്യുന്ന ജഡ്ജിയോ അതിന്റെ തലവനായിരിക്കും. രണ്ടാമത്തത് സംസ്ഥാന ഉപഭോക്തൃ വകുപ്പ് സെക്രട്ടറി, അതിന്റെ കൺവീനർ. മൂന്നാമത്തത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നോമിനി ആയിരിക്കും. ഇവര് 3 പേരും അടങ്ങിയിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് സംസ്ഥാന കമ്മീഷനിലെ അംഗങ്ങളെയൊക്കെ സെലക്ട് ചെയ്യുന്നത്. ദേശീയ കമ്മീഷനിലെ അംഗങ്ങളെ കേന്ദ്ര സർക്കാർ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് ശുപാർശ ചെയ്യുന്നത്. കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നാ പറഞ്ഞത്? ചീഫ് ജസ്റ്റിസ് നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജി, രണ്ടാമത്തത് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിലെ നിയമകാര്യ വകുപ്പ് സെക്രട്ടറി, മൂന്നാമത്തത് കേന്ദ്ര സർക്കാരിലെ ഉപഭോക്തൃ വകുപ്പ് സെക്രട്ടറി. മനസ്സിലായോ? 2 വർഷത്തിനകം പരാതി കൊടുക്കേണ്ടതാണ് കേട്ടോ. 2 വർഷം വരെയുള്ളിലുള്ള കേസുകൾക്കേ നമുക്ക് പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി കമ്മീഷനിലെ ഉത്തരവ് പാലിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ പറയാം. 1 മാസം മുതൽ 3 വർഷം വരെ തടവ് കിട്ടും. പിന്നെ അതുപോലെ 25,000 മുതൽ 1 ലക്ഷം വരെ പിഴയും ഉണ്ടാകും, അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടും. എന്താ പറഞ്ഞത്? കമ്മീഷനിലെ ഉത്തരവ് പാലിച്ചിട്ടില്ലെങ്കിൽ 1 മാസം മുതൽ 3 വർഷം വരെ തടവോ അല്ലെങ്കിൽ 25,000 മുതൽ 1 ലക്ഷം വരെ പിഴയോ അല്ലെങ്കിൽ ഇത് രണ്ടും കിട്ടും ശിക്ഷയായിട്ട് കേട്ടോ. പിന്നെ നമ്മൾ അപേക്ഷാ ഫീസ് പറഞ്ഞു. അപേക്ഷാ ഫീസ് 50 ലക്ഷം വരെയുള്ള കേസുകൾ തീർപ്പാക്കുന്നത് ജില്ലാ കമ്മീഷനാണ്. ജില്ലാ കമ്മീഷൻ. അപ്പൊ 5 ലക്ഷത്തിന് ഫീസ് ഇല്ല. 5 മുതൽ 10 ലക്ഷം വരെ 200 രൂപ, 10 to 20 400, 20 മുതൽ 50 ലക്ഷം വരെ 1000 രൂപ. ജില്ലാ കമ്മീഷൻ കഴിഞ്ഞു. ഇനി 50 ലക്ഷം മുതൽ 2 കോടി വരെയുള്ള കേസുകൾ ആരാണ് തീർപ്പാക്കുന്നത്? സംസ്ഥാന കമ്മീഷനാണ് തീർപ്പാക്കുന്നത്. 50 ലക്ഷം മുതൽ 1 കോടി വരെ 2000 രൂപയാണ് അപേക്ഷാ ഫീസ്. 1 കോടി മുതൽ 2 കോടി വരെ 2500 രൂപ സംസ്ഥാന കമ്മീഷന്റെ
അതും കഴിഞ്ഞു. ഇനി ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ 2 കോടി മുതൽ ഉള്ള കേസുകളെല്ലാം പരിഹാരം കാണുന്നത് ആരാണ്? ദേശീയ കമ്മീഷനാണ്. 2 മുതൽ 4 കോടി വരെ 3000 രൂപ, 4 മുതൽ 6 കോടി വരെ 4000 രൂപ, 6 കോടി മുതൽ 8 കോടി വരെ 5000 രൂപ, 8 മുതൽ 10 കോടി വരെ 6000 രൂപ, 10 കോടിക്ക് മുകളിലാണെങ്കിൽ അത് 7500 രൂപയാകും അപേക്ഷാ ഫീസ്. പിന്നെ അപ്പീൽ പറഞ്ഞു. ജില്ലയിലത്തെ വിധിക്കുമേൽ സംസ്ഥാനത്തിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി 45 ദിവസം. സംസ്ഥാന വിധിക്കുമേൽ ദേശീയ തലത്തിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി 30 ദിവസം. ദേശീയ തലത്തിലെ വിധിക്കുമേൽ സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി 30 ദിവസം. CCPAയിലെ ഉത്തരവില് അപ്പൊ വിധിക്ക് മേലെ അപ്പീൽ പോകാൻ ദേശീയ തലത്തിലേക്ക് അപ്പീൽ പോകാം, കാലാവധി 30 ദിവസം. ഇതില് ജില്ലാ തലത്തിലെ വിധിക്ക് മേലെ സംസ്ഥാന തലത്തിലെ വിധിയില് സംസ്ഥാന തലത്തിലേക്ക് അപ്പീൽ പോകാനുള്ള കാലാവധി മാത്രമാണ് 45 ദിവസം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം 30 ദിവസമാണ്. പിന്നെ 2 വർഷത്തിന് ഉള്ളിലുള്ള കേസുകൾ മാത്രമേ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപ്പാക്കുള്ളൂ. എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി അറിയില്ലെങ്കിൽ ചോദിക്കാം. പിന്നെ ഒന്നുകൂടെ ഭേദഗതിയുടെ ഡേറ്റ് ഒന്നുകൂടെ പറയാം, എന്നിട്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആക്ട് 35 ഓഫ് 2019 എന്നാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പറയുന്നത്. ഏത് നിയമം റദ്ദ് ചെയ്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം റദ്ദ് ചെയ്തുകൊണ്ടാണെന്ന് ഉത്തരം എഴുതണം. പിന്നെ ഞാൻ പറഞ്ഞു നിലവിൽ വന്നതും പാസ്സാക്കിയതും രണ്ടും 2 ഡേറ്റ് ആണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 20 ആണ്. 2019 ഓഗസ്റ്റ് 9 രാഷ്ട്രപതി ഒപ്പുവെച്ചു. അതായത് ഇരുസഭകളും രാഷ്ട്രപതിയും ഒപ്പുവെച്ചാലേ പാർലമെന്റ് പാസ്സാക്കി എന്ന് പറയുള്ളൂ. അത് ഓർക്കണം. പിന്നെ ഉപഭോക്താവ് ആരാണെന്ന് പറഞ്ഞു. ഉപഭോക്താവ് എന്താണ് പറഞ്ഞു. പിന്നെ പരാതിക്കാരിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി പരാതിക്കാരിൽ പെടാത്തത് ആരാണെന്ന് ഒന്ന് ഓർക്കണേ. അതായത് പുനർവിൽപ്പന നടത്തുക. ഒരു സാധനം വാങ്ങിയിട്ട് പുനർവിൽപ്പന നടത്തുന്ന ആള്, പിന്നെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടോ സൗജന്യമായിട്ടോ ഒക്കെ സാധനം വാങ്ങുന്ന ആളുകളെ ഉപഭോക്താവായിട്ട് പരാതിക്കാരനായിട്ട് പരിഗണിക്കില്ല. പരാതിക്കാരനായി പരിഗണിക്കാത്തത് ആരാണ്? പുനർവിൽപ്പനയ്ക്ക് വേണ്ടി വാങ്ങിയ ആള്, വാണിജ്യ ആവശ്യത്തിന് വേണ്ടി വാങ്ങിയിട്ടുള്ള ആള്, അതുപോലെ സൗജന്യമായിട്ട് വാങ്ങിയിട്ടുള്ള ആളാണെങ്കിൽ പരാതിക്കാരിൽ പെടില്ല ട്ടോ. പിന്നെ ഉപഭോക്തൃ സമിതി കൗൺസിൽസിനെ കുറിച്ച് പറഞ്ഞു. അതൊക്കെ ഞാൻ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ക്ലാസ് കേട്ടിട്ട് നോട്ടിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.